ഇതാണ് ഗവൺമെന്റ് പാലസിന്റെ മുൻഭാഗം. റിപ്പബ്ലിക് ഓഫ് പെറുവിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പെഡ്രോ പാബ്ലോ കുഷിൻസ്കി ഇവിടെ ഇരുന്നാണ് രാജ്യം ഭരിക്കുന്നത്. പെറു സ്പാനിഷ് കോളനിയായ 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഭരണസിരാകേന്ദ്രം ഇവിടെയായിരുന്നു. പലതവണ പുതുക്കിപ്പണിതിട്ടുള്ള ബൃഹത്തായ ഈ കൊട്ടാരത്തിന്റെ ചരിത്രം 1535-ലാണ് ആരംഭിക്കുന്നത്. ഫ്രാൻസിസ്കോ പിസാറോ എന്ന സ്പാനിഷ് പര്യവേക്ഷകൻ ഇൻകാ സാമ്രാജ്യത്തെ തറപറ്റിച്ച് ലിമയിൽ കോളനിവൽക്കരണം ആരംഭിക്കുന്ന നാളുകളിൽ തന്നെ തുടങ്ങുന്നു ഈ കൊട്ടാരത്തിന്റെ ചരിത്രം. തുടർന്ന് ഈ പ്രദേശത്തിന്റെ ഗവർണറായ ഫ്രാൻസിസ്കോ പിസാറോ തന്റെ കൊട്ടാരമായാണ് ഈ മന്ദിരം നിർമ്മിക്കുന്നത്. ഇത് പ്രസിഡന്റിന്റെയും ഗവൺമെന്റ് പാലസിന്റെയും സുരക്ഷാ ചുമതലയുള്ള ഭടന്മാരാണ്. പെറുവിയൻ സൈന്യത്തിലെ പ്രസിഡൻഷ്യൽ ലൈഫ് ഗാർഡ് ഡ്രാഗൂൺസ് റെജിമെന്റ് എന്ന വിഭാഗമാണ് കാലങ്ങളായി ഇവിടുത്തെ കാവൽ ജോലികൾ നിർവഹിച്ചു വരുന്നത്. ഫ്രാൻസിസ്കോ പിസാറോയുടെ മരണശേഷം സ്പാനിഷ് വൈസ്രോയിമാരായിരുന്നു പെറുവിനെ ഭരിച്ചിരുന്നത്. ആദ്യ വൈസ്രോയിയായി 1572-ലെത്തിയ ഫ്രാൻസിസ്കോ ടൊളേഡോ മുതൽ 1821-ൽ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട വൈസ്രോയി വരെ വസിച്ചിരുന്നത് ഈ കൊട്ടാരത്തിലാണ്. പെറു സ്വതന്ത്ര റിപ്പബ്ലിക്കായ ശേഷം രാജ്യത്തിന്റെ ഭരണ നേതൃത്വം വഹിച്ച പ്രസിഡന്റുമാരുടെയെല്ലാം ഔദ്യോഗിക വസതിയും ഇതായിരുന്നു. ആഡംബരപൂർണമാണ് ഈ കൊട്ടാരത്തിന്റെ അകത്തളം. കമനീയമായി അലങ്കരിച്ച മുറികളും സെറിമോണിയൽ ഹാളുകളും നടുമുറ്റങ്ങളുമെല്ലാം അതിലുണ്ട്. കൊട്ടാരത്തിന്റെ ഒരു ഭാഗം പ്രസിഡന്റിന്റെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യ ഉപയോഗത്തിനായി മാറ്റിവച്ചിരിക്കുന്നു. ആ ഭാഗത്തിന് പ്രസിഡൻഷ്യൽ ഗാർഡ്സിന്റെ പ്രത്യേക കാവലുമുണ്ട്. കൊട്ടാരമുറ്റത്തു നിന്നും ഞാൻ നടത്തം തുടർന്നു.